വീണ്ടും സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്തത്ര വിപുലമായ വിശാലമായ ഒരു ആവേശത്തിൻ്റെ മൈതാനമാണ് മലപ്പുറം. ഇപ്പോൾ മലപ്പുറത്ത് സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു സീസണാണ്. ഏതാണ്ട് മിക്ക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇങ്ങനെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗാലറികൾക്ക് നടുവിൽ സെവൻസ് ഫുട്ബോൾ മത്സരം അരങ്ങേറുകയാണ്. വലിയ പങ്കാളിത്തമുണ്ട് ആളുകളുടെ എന്നാണ് മലപ്പുറത്തെ ഫുട്ബോൾ മത്സരങ്ങളെ ഒരു സവിശേഷമാക്കുന്നത്. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടാത്തത്ര വിധത്തിൽ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നവയാണ് മലപ്പുറത്തെ ഫുട്ബോൾ മത്സരങ്ങൾ. മലപ്പുറത്തെ ഫുട്ബോൾ മത്സരം എന്നത് കേവലമായ പ്രാദേശികമായ മൈതാനങ്ങളിൽ ഒടുങ്ങിപ്പോകുന്നവയല്ല. ഷറഫ് അലി മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ അവസാനം അനസ് എടത്തൊടിക വരെയുള്ള ഇന്ത്യൻ ഫുട്ബോളിൽ തിളങ്ങിയ പ്രതിഭകളെ സംഭാവന ചെയ്ത കളിയിടമാണ് മലപ്പുറം. അപ്പം കളിച്ച് വൈകുന്നേരം വീട്ടിൽ മടങ്ങിപ്പോകുന്നവർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കളിക്കാരായി മാറാൻ ശേഷിയുള്ളവർ അവരെ വാർത്തെടുക്കുന്ന ഇടം കൂടിയായി മലപ്പുറത്തിൻ്റെ കളിയാവേശം മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. മലപ്പുറത്തിൻ്റെ കളിയാവേശത്തെക്കുറിച്ച് സിനിമകൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കേരളം നോക്കിക്കാണുന്ന സ്വീകരിക്കപ്പെട്ട ഒരു കളിയാവേശമുള്ള നാടാണ് മലപ്പുറം. ഇപ്പോൾ അവിടെ സീസണാണ്. പ്രധാനപ്പെട്ട പല ടീമുകളും വളരെ താരമൂല്യങ്ങളുള്ള ടീമുകൾ തന്നെയുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ടീമുകൾ, അവരെ സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതുതന്നെ ഇപ്പോൾ പല സ്ഥലത്തും ഒരു നാടിൻ്റെ പേര് അറിയുന്നെങ്കിലും ആ നാട്ടുകാരൊന്നും കളിക്കുന്നില്ല എന്ന പ്രശ്നം പോലും ഇപ്പോൾ ഉണ്ട്. പുറമേ നിന്നൊക്കെ വരുന്ന, വളരെ പണം കൊടുത്ത് കൊണ്ടുവരുന്ന, പുറമേ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഓരോ ടീമിനും വേണ്ടി കളിക്കുന്നു. അപ്പോൾ അത്ര വലിയ ആവേശത്തിൻ്റെ നടുവിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. നമുക്കിനി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കാണാനുള്ളത്. മലപ്പുറത്തിൻ്റെ കളിയാവേശ കാഴ്ചകൾ മുജീബ് തയ്യാറാക്കിയത്. മലപ്പുറത്ത് സെവൻസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് എന്നെ നോക്കിയാൽ മതി. ഞാൻ എന്നെക്കാളും മുന്നുള്ള ഇപ്പോൾ പ്രേംനാഥ് ഫിലിപ്പായാലും ശരി, ഷെയർ പൈസ ആയാലും ശരി, എല്ലാവരും സെവൻസ് കളിച്ചിട്ടാണ് ഒരു പ്ലെയറായത്. ഇപ്പം ഞാനടക്കം ഞാൻ ഏറ്റവും അധികം സെവൻസ് കളിച്ചിട്ടാണ് പഠിക്കും. പോലീസ് ടീമിലേക്ക് പോകുന്നത് തന്നെ, ഫസ്റ്റ് പോലീസ് ടീമിലേക്ക് പോകുന്നത് തന്നെ സെവൻസ് കളിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സെവൻസൊന്നും എൻ്റെ ജീവിതത്തിൽ ഇത് എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഭയങ്കര ഹരമായിട്ട് കാണാണ്. കുറേ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്, കുറേ മാനേജർമാർ ജീവിച്ചു പോകുന്നതാണ്. പക്ഷെ അവർക്കൊന്നും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരെ കഴിവുകൊണ്ട്, കളിക്കാരുടെ കഴിവുകൊണ്ടും സെവൻസ് അത്രയും ഇമ്പ്രൂവ് ആയി നിൽക്കുകയാണ് കേരളത്തിൽ. കാരണം ഇപ്പം നമുക്ക് തന്നെ ഒരു നെഹ്റോപ്പ് നടക്കുമ്പോൾ പുറത്തൊരു നെഹ്റോപ്പ് നടന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ കളി നടന്നാൽ ചിലപ്പോൾ ഇത്ര ആൾക്കാർ വരില്ല. അതിനും കൂടുതൽ ആൾക്കാരാണ് മലപ്പുറത്ത് സെവൻസ് കാണാൻ വരുന്നത്. അവർക്കൊരു ഭയങ്കര ത്രില്ലാണത്. കാരണം ഫുട്ബോളിനോട് അത്രയും ഫാഷൻ, അത്ര സ്നേഹിക്കുന്ന ആരാധകരുള്ളതാണ്. അതിന് വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിൽ മൊത്തമായിട്ട് സെവൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം മലപ്പുറത്തെ സെവൻസ് കളി കാണാനുള്ള ആളുകളുടെ ഗാലറിയിലുള്ള ഒരു തിക്കി തിരഞ്ഞുള്ള ആൾക്കാർ നമുക്കിപ്പോൾ തന്നെ ഇന്നത്തെ കളി കണ്ടാലും അറിയാം. ഇപ്പോൾ ഫുൾ ഗ്രൗണ്ട് നമ്മൾ കാണികൾ ഗാലറി ഫുള്ളായിട്ട് പോലും നമുക്ക് കളിക്ക് കൂടി കിട്ടിയ മുക്കാൽ പാർട്ട് ഗ്രൗണ്ടാണ്. അത്രയധികം ജനങ്ങളാണ് മലപ്പുറത്തെ. അപ്പോൾ എല്ലാ ജില്ലകളിലും കളി ഉണ്ടെങ്കിൽ, സെവൻസ് ഉണ്ടെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു കളിക്ക് ഫൈനലിൽ നിന്ന് മാത്രമല്ല എല്ലാ കളിക്കും കാണികൾ ഫുള്ളായിരിക്കും. ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ എവിടെ പോയാലും മലയാളിയിൽ ഒരാളും കോഴിക്കോട് പോലെ ഒരു മലപ്പുറം ഉണ്ടാകാൻ അവർ അത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുകയും അത്രയധികം ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല കളിക്കാരനെ റെഡിക്കും തിരിച്ചറിയുന്ന ആൾക്കാരാണ്. പന്ത് കളിക്കാരനെ, നല്ല നല്ല കളിക്കാരനെ റെഡിക്കും പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് മലപ്പുറമായാലും കോഴിക്കോടായാലും മലബാർ സൈഡ് എന്ന് തന്നെ പറയാം. സെവൻസിന് പൊതുവെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും ഫാൻസിൽ സെവൻസ് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോട്ടക്കൽ കഴിഞ്ഞു. അതേമാതിരി ഇപ്പോൾ വണ്ടൂർ ഫൈനലാണ്. നല്ല ഓഡിയൻസ് ഉണ്ട്. സെവൻസ് ഫുട്ബോൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറത്തിനെ സംബന്ധിച്ച് അതൊരു ഉത്സവം പോലെ തന്നെയാണ്. അത് നമ്മൾ ഓരോ ഗ്രൗണ്ടിൽ പോയി നോക്കിയാലും നമുക്ക് അറിയാൻ കഴിയണം. അപ്പോൾ കോട്ടക്കൽ കണ്ടു ഫൈനൽ ജനങ്ങളെ കൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ വണ്ടൂർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സെവൻസ് തുടങ്ങിയ ഓരോ സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് അതിൻ്റെ ഓരോ പീഡിയൻ്റെ റൂമിൽ പോയാലും നമുക്ക് കളികളും കാര്യങ്ങളും എല്ലാവരും അതിനെക്കുറിച്ചുള്ള സംസാരമാണ്. മദീന, ചെറുപ്പളശ്ശേരി, ഫിഫ മഞ്ചേരി, വാളാഞ്ചേരി, അങ്ങനെ ഓരോ ടീമുകൾ. എന്നെ സംബന്ധിച്ച് ഞാൻ ഫിഫ മഞ്ചേരിൻ്റെ ആരാധകനാണ്. എവിടെയൊക്കെ കളിയുണ്ടോ അവിടെയൊക്കെ ഞാൻ പോയി കാണലുണ്ട്. സ്ഥലത്ത്
അങ്ങനെ ഒരു സെവൻസ് നടക്കുമ്പോൾ അവിടുത്തെ ക്ലബിന് അത്രയധികം ഫണ്ട് കിട്ടാണ്, ചാരിറ്റബിളായിട്ട് കുറേ കാര്യങ്ങളും ചെയ്യണതാണ്. അതന്നെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അല്ലാണ്ട് അവരെ നിന്ന് കാശ് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെ സെവൻസ് നടത്തി പാവങ്ങളെ, സുഖമില്ലാത്ത ആൾക്കാർ, ക്യാൻസർ രോഗി, അങ്ങനെ കുറേ സ്ഥലത്ത് ഞാനും പോയിട്ടുണ്ട്. എടത്തനാറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയധികം കളി നടക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്രയധികം ജനം വരുന്നുണ്ട്. പക്ഷേ അത്രയധികം ചാരിറ്റബിളായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അത് ഈ മലപ്പുറം ഏരിയയിൽ അതന്നെ ഏറ്റവും അധികം നടക്കുന്നത്. എന്താ ഇതാ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഘോഷമാണ്. ഒരു മാസത്തോളം ഞങ്ങൾക്ക് കളി കാണാന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗ്രൗണ്ടിൽ പോയി കാണില്ല, ഇവിടെ വണ്ടൂർ ഒന്ന് കാണാന്നാണ്. മലപ്പുറത്തിൻ്റെ കളിയാവേശം അവസാനിക്കുന്നൊന്നല്ല, കൂടുതൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ അത് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മറ്റത്തിലേക്ക് വരാം, ഇടവേള കഴിഞ്ഞ്.